ചോക്ലേറ്റും ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കലക്കി കൊടുത്ത് നമ്മളെ കുട്ടികളുടെ ആയുസ് ഇല്ലാതാക്കുന്നത് എന്തുമാത്രം ഒരു പാപമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ഡെഫിനിഷൻ മാറണമെങ്കിൽ നിങ്ങളുടെ ആഹാര ചൈതന്യം മാറണം. അൽഫാം മുക്കി വയ്ക്കുന്ന വിനീഗർ അൾട്രാ ക്യാൻസറസ് ആണ്, കുടൽപ്പുണ്ണുണ്ടാവും. വേണമെങ്കിൽ കഴിച്ചാൽ മതി, എനിക്കിതിനോടൊന്നും ഒരു എതിർപ്പുമില്ല. നിങ്ങൾക്ക് അറബി നാട്ടിൽ പോയി അറബിക് ഫുഡ് കഴിക്കണം. ഇദ്ദേഹം പറഞ്ഞതുപോലെ കൊറിയൻ നാട്ടിൽ പോയി കൊറിയൻ ഫുഡ് കഴിക്കണം. അവൻ്റെ ഇൻഗ്രീഡിയൻസ് നാച്ചുറലാണ്. ഇവിടെ വരുന്നതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്. അപ്പം നമ്മളുടെ വീട്ടിലെ പ്ലേറ്റ് കറക്റ്റ് ചെയ്യുക. ആ പ്ലേറ്റിനകത്ത് വെക്കുന്നതിനകത്ത് ബന്ധങ്ങളുണ്ട്, സ്നേഹമുണ്ട്, സൗഹൃദമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പ്രകൃതി മാജിക്കാണ്. ഉപ്പാണോ ഉപ്പിലിട്ടതാണോ നല്ലതെന്ന് ചോദിക്കുന്ന കണക്കാണ്. കോഴിമുട്ടയാണോ കോഴിയാണോ ആദ്യം വന്നതെന്ന് ചോദിച്ചാൽ മാജിക്കാണ്. എൻജോയ് ദ മാജിക് ഓഫ് ലൈഫ്. നമ്മളെ നാക്കിൽ ഒരു കഷ്ണം കല്ലുപ്പ് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മളെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഉപ്പിട്ട് നാരങ്ങ വെള്ളം പണ്ട് കുടിച്ചത്. പഞ്ചസാര എന്ന് പറയുന്നത് വിഷമാണ്, ഉപയോഗിക്കരുത്. ആഹാരം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഷേപ്പ് തരും. 60 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്താൽ വർക്കല പോകണം, ബീച്ചിൽ പോകണം, ഗോവയിൽ പോകണം, തായ്ലൻഡിൽ പോകണം, ചില്ല് ചെയ്യണം. റിട്ടയർഡ് ലൈഫ്, എൻഡ് ഓഫ് ലൈഫ് അങ്ങനെ ആയിരിക്കണം. ഇത് ജീവിതകാലം മൊത്തം കഴുത, പിന്നെ പാമ്പ്, എഴഞ്ഞ്. ഇവിടെ പലരും ബ്യൂട്ടി പാർലറൊക്കെ പോവും, ഫേഷ്യല്, പിന്നെ മസാജൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്ന് വയറിളക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഈ വയറിളക്കുന്നവരുടെ സ്കിൻ നോക്കിയാൽ മതി, നല്ല കോംപ്ലക്ഷൻ ആയിരിക്കും. Indeed, I say my kitchen is the great Indian kitchen where food becomes medicine, where kitchen is the pharmacy in my house. ഈ ലെഗസിയിലെല്ലാം ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം പട്ടിണിയിൽ നിന്നാണ്. അപ്പോൾ എന്താ എൻ്റെ മാജിക് എന്താണ്? വയറ് പകുതിയോ വയറൊഴിഞ്ഞോ നിന്നാൽ ബ്ലഡ് എവിടെ വർക്ക് ചെയ്യും? തലയിൽ വർക്ക് ചെയ്യും.